നിനക്കുടുക്കാൻ ചുരിദാർ വാങ്ങി തന്നത് ഞാനല്ലേ, അപ്പൊ എന്നെ തന്നത് ഞാനല്ലേ. നാൻ പെറ്റ മകനെ, നാൻ പെറ്റ കിളിയെ. 2018 ജൂലൈ 2 പിറന്നതും പല നെഞ്ചിലും തുളഞ്ഞ നിലവിളി. ഭൂപതിക്കും മനോഹരനും മകനെ നഷ്ടമായ, മഹാരാജാസിന് അവരുടെ പ്രിയപ്പെട്ട സഖാവിനെ നഷ്ടമായ ദിവസം. അഭിമന്യു, ഇനിയും മരിക്കാത്ത ഓർമ്മകൾ. സഖാവ് അഭിമന്യു മഹാരാജാസ് കോളേജിന് ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു. സഖാവ് NSSൻ്റെ സെക്രട്ടറി ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ഹോസ്റ്റൽ സെക്രട്ടറി ആയിരുന്നു. വിദ്യാർത്ഥികൾക്ക് കൃത്യമായിട്ട് ഇടപെട്ട് വിദ്യാർത്ഥികൾ എല്ലാ പ്രശ്നങ്ങളും ഇടപെട്ട് പോകുന്നൊരു സഖാവായിരുന്നു. വട്ടവടയിൽ നിന്ന് തൻ്റെ വിദ്യാർത്ഥികൾക്കെല്ലാം ഒരു പഠനം ഉറപ്പുവരുത്തുന്ന രീതിയിൽ ഒരു ലൈബ്രറി പണിയണം എന്ന ലക്ഷ്യത്തോടെ മഹാരാജാസിലോട്ട് വരുന്നതായിരുന്നു. അതിൽ ഏറ്റവും നല്ലത് SFI എന്ന വിദ്യാർത്ഥി സംഘടന SFIയെ തിരഞ്ഞെടുക്കുന്നു. അത് കഴിഞ്ഞ് സഖാവ് ഇവിടെ നിരന്തരം ഇടപെട്ടുകൊണ്ട് ഹോസ്റ്റൽ സമരത്തിലടക്കം മുന്നിൽ നിന്ന് നയിച്ച സഖാവാണ്. വട്ടവടയിൽ നിന്ന് ഒരുപാട് മോഹങ്ങളുമായി മഹാരാജാസിലെത്തിയ അഭിമന്യു 2ാം വർഷ കെമിസ്ട്രി വിദ്യാർത്ഥി. 20കാരൻ്റെ ഊർജവും ഉയിരുമെടുത്തു. പക്ഷേ ഉയിരുവിടുമ്പോഴും കനത്തിലെഴുതിയ വാക്കുകൾ: വർഗീയത തുലയട്ടെ. നവാഗതരെ സ്വാഗതം ചെയ്യുന്നതിനായി കുറിച്ച ഈ വാക്കുകളാണ് ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരെ ചൊടിപ്പിച്ചത്. വിയോജിച്ചത് കഠാര കൊണ്ട്. ഇനിയും പറയേണ്ട, എഴുതേണ്ട വാക്കുകൾ. ലോകത്തെമ്പാടുമുള്ള മനുഷ്യർക്ക് വേണ്ടി ഉയർത്തിപ്പിടിച്ചൊരു മുദ്രാവാക്യമാണ് വർഗീയത തുലയട്ടെ. ആ മുദ്രാവാക്യം എഴുതി വെച്ചതിൻ്റെ പേരിലാണ് ഈ SDPIയുടെ പോപ്പുലർ ഫ്രണ്ടിൻ്റെയും ക്യാമ്പസ് ഫ്രണ്ടിൻ്റെയും എല്ലാം തന്നെ ക്രിമിനൽ സംഘം കുത്തിക്കൊലപ്പെടുന്നത്. അഭിമന്യുവിനെ നഷ്ടപ്പെടുന്ന കാലം മുതൽ നമ്മൾ വർഗീയത തുലയട്ടെ എന്ന് SFI നിരന്തരം ഈ സമൂഹത്തിൽ, ഈ കാലഘട്ടത്തിൽ ആവശ്യപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. വർഷങ്ങൾക്കിപ്പുറം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ 18-ന് കേസിന്റെ വിചാരണ തുടങ്ങാനിരിക്കെ രേഖകൾ കാണാനില്ല. കോടതിയുടെ സേഫ് കസ്റ്റഡിയിൽ നിന്ന് നഷ്ടപ്പെട്ടത് കുറ്റപത്രവും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അടക്കമുള്ള 11 രേഖകൾ. നീതിപീഠത്തിൽ നിന്നാണ് ഈ രേഖകൾ കാണാണ്ട് പോയേക്കുന്നത്. രേഖ എന്തായാലും കോടതിയിൽ നിന്ന് വെറുതെ ഇറങ്ങിപ്പോകില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആര്? അപ്പോൾ അവർക്കെതിരെ കടുത്ത നടപടി എടുക്കണം. രേഖകളുടെ പകർപ്പ് പ്രോസിക്യൂഷന്റെ കൈവശമുണ്ടെന്നാണ് അവകാശവാദം. ഹൈക്കോടതി അനുമതിയോടെ ഇവ പുനഃസൃഷ്ടിക്കാൻ ഒരുങ്ങുകയാണ് പ്രോസിക്യൂഷൻ. വിഷയം പരിശോധിക്കാൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന് സർക്കാർ നിർദ്ദേശവും നൽകി. കലാലയങ്ങൾ സമൂഹത്തിന്റെ പരിച്ഛേദങ്ങളാണ്. വർഗീയതയ്ക്കെതിരെ ശബ്ദമുയർത്തിയതിനാണ് അഭിമന്യുവിന്റെ നെഞ്ചിൽ കഠാര കുത്തിയിറക്കിയത്. രാഷ്ട്രീയ ശരികൾ ക്യാമ്പസിൽ പറയാതിരുന്നാൽ, ഉയരാതിരുന്നാൽ കഠാര കയറുന്നത് ഒരു സമൂഹത്തിന്റെ നെഞ്ചിലാണ്. ജോയ്സിയറിനൊപ്പം കൊച്ചിയിൽ നിന്നും ശ്യാമലി ശശിധരൻ, മാതൃഭൂമി ന്യൂസ്.